കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം. ഞാൻ ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഇരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗത്സമനെ എന്ന പൂങ്കാവനത്തിൽ വെച്ച് യേശു കർത്താവിന് റോമൻ പടയാളികളും യഹൂദന്മാരും യൂദ ഇസ്കാരിയോത്ത് ഉൾപ്പെടെയുള്ളവർ യൂദ ഒറ്റിക്കൊടുത്ത് റോമൻ പടയാളികൾ പിടിക്കുന്നതിന് വേണ്ടി യഹൂദാജനം ഒന്നടങ്കം ഗത്സമനയിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്കെല്ലാവർക്കും പരിചിതമാണ്, അല്ലേ? യേശുവിനെ പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് അവിടേക്ക് ഇവരെല്ലാവരും വരുവാൻ തക്കവണ്ണം ഇടവന്നത്. നമുക്കറിയാം, സ്തോത്രം, പെസഹ എന്ന ആ പ്രമാണം ആചരിച്ചതിന് ശേഷവും അപ്പം നുറുക്കും കൂട്ടായ്മയൊക്കെ ആചരിച്ചതിന് ശേഷം യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഇനിയുള്ള എൻ്റെ മുൻപിലുള്ള സമയങ്ങളെല്ലാം പരീക്ഷണ ഘട്ടങ്ങളാണ്. ക്രൂശീകരണമെന്ന ആ ദൈവ പദ്ധതി നിർവഹിച്ച് തന്നെ ആകണം എന്ന് കർത്താവ് സ്തോത്രം 100% കർത്താവ് ഇത് മനസ്സിലാക്കിയിരുന്നു, അല്ലേ? അത് നമുക്കറിയാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഘട്ടം തുടങ്ങുന്ന സമയം മുതൽ തന്നെ ശിഷ്യന്മാരോട് പുരുഷാരത്തോടായിട്ട് അത് പറയുവാൻ യേശു കർത്താവ് ആഗ്രഹിച്ചിരുന്നു, പറഞ്ഞിരുന്നു. പക്ഷേ പലർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഓക്കെ, അപ്പോൾ ഇവിടെ യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്ന യഹൂദ ജനം, മഹാപുരോഹിതന്മാരോ ശാസ്ത്രിമാരോ സ്തോത്രം റോമൻ പടയാളികളൊക്കെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് യഹൂദന്മാരുടെ പ്രമാണികളെടുത്ത് യേശു പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഇരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, യേശുവിനെ പിടിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവാലയത്തിൽ പലപ്പോഴും യേശു കർത്താവ് പോയി പ്രസംഗിക്കുകയും വചനം പഠിപ്പിക്കുകയും പുരുഷാരത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലേ, അത്ഭുതങ്ങൾ ചെയ്തില്ലേ? ഇവരുടെ നടുവിലൂടെ പോയ സാഹചര്യങ്ങളില്ലേ, ഈസി ആയിട്ട് ഇവർക്ക് പിടിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ലേ? പറ്റിയില്ല. അടുത്ത് പറയുന്ന വാചകം കുറച്ചുകൂടെ ആഴമാണ്. തിരുവെഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ സമയം തികയാതെ എന്നെയോ നിങ്ങളെയോ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ആഴം. ശ്രദ്ധിക്കുക, യേശുവിനെ പിടിക്കാൻ ഇവർക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. പക്ഷേ ഗത്സമനിയിൽ വെച്ച് യേശുവിനെ പിടിച്ച് ക്രൂശീകരണത്തിന് ഏൽപ്പിക്കുക എന്നുള്ളത് സ്തോത്രം റോമൻ പടയാളികളെയോ യഹൂദ ജനത്തിൻ്റെയോ പദ്ധതിയല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മെ തകർക്കുവാൻ, നമ്മെ മുടിക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ മനുഷ്യനും പിശാചും ഒരുമിച്ച് അവൻ്റെ സർവായുധവും എടുത്തു നമുക്കെതിരെ പോരാടുന്ന മേഖലകളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, തകർന്നു പോകുമോ, നശിച്ചു പോകുമോ, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലയോ എന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഒരു ഉറപ്പ് തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാം, അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. സ്തോത്രം. ദൈവം അനുവദിക്കാതെ ഒരു കഷ്ടതയും ഒരു പ്രതിസന്ധിയും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരികയില്ല. ക്രൂശീകരണം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ആ പദ്ധതി നടക്കപ്പെടേണ്ടതാണ്. എന്നാൽ ക്രൂശീകരണം കൊണ്ട് യേശു തീരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു കഷ്ടതയും നമ്മുടെ അവസാനമല്ല. ഒരു നിന്ദയും ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ ഇല്ലെങ്കിൽ സ്തോത്രം എല്ലാവരും കൂടെ നമ്മളെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴോ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. കല്ലറയ്ക്കപ്പുറം ഒരു ഉയർപ്പ് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ ആ വിടുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് തിരുവചന ആധാരമാക്കി പറയാം, ദൈവത്തിൻ്റെ സമയമല്ലെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ നമ്മളെ ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവ പദ്ധതിക്കായിട്ട് നമ്മൾ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. അതിനായിട്ട് നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചാലും ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് പ്രയോജനകരമായി മാറുവാൻ സ്വർഗമിടയാക്കണം. അനേകർക്ക് അത് അനുഗ്രഹമായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.